എപ്പോഴൊക്കെ ഈ വഴി പോയാലും ദാ ഈ കാണുന്ന കടയിൽ വൻപൻ തിരക്കാണ് കേട്ടോ. അതുപോലെ അടിപൊളി ചിക്കൻ ബിരിയാണീൻ്റെ ഒരു സ്മെല്ലും വരും. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്തവണ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരെ ചെന്നപ്പോഴത്തേക്കും ദാ കാണുന്നത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ വരുന്നവരും പോകുന്നവരും ഒക്കെ മേടിച്ച് ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചിക്കൻ കബാബാണ് കേട്ടോ. പക്ഷെ നമ്മൾ മേടിച്ചിട്ടുണ്ടായില്ല, കാരണം നല്ല ഡിലേ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ദാ നമ്മൾ 2 ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തു കേട്ടോ. പുള്ളിക്കാരൻ ദാ നമ്മുടെ സാധനമാണ് ഈ പാക്ക് ചെയ്യുന്ന ഒരു വലിയ പീസ് ചിക്കനും അത്യാവശ്യം ക്വാണ്ടിറ്റി റൈസൊക്കെ വെച്ചിട്ടാണ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വെപ്രാളമായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് വീട്ടിൽ ചെന്ന് ഒന്ന് അൺപാക്ക് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കണം, കാരണം അത്രമാത്രം റഷും തിരക്കും ഈ ഒരു കടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലേറ്റ് വെച്ചു, കിട്ടിയ പാടെ എല്ലാം കൂടെ എടുത്ത് പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ടായി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ പീസ് ചിക്കനൊക്കെ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ കാണിച്ച പോലെ. പിന്നെ റൈത്തയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഉള്ളിക്കറി പോലത്തെ ഒരു ഐറ്റവും പിന്നെ കേസരി ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു എനിക്ക് കിട്ടിയ ചിക്കൻ പീസ് എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ചിക്കൻ പീസ് ഇഷ്ടമല്ല, കാരണം ആ മസാലയൊന്നും അധികം പിടിക്കാത്തൊരു രീതിയിലുള്ള ചിക്കൻ പീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആയിരുന്നു. പക്ഷെ നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഉള്ളിക്കറി ഭയങ്കര സ്പൈസി ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ, കുഴപ്പമില്ല. പിന്നെ ആ ഒരു കേസരി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽനാസ് ഡി ബിരിയാണി പോയിൻ്റ് ആണ്. നമ്മുടെ കമ്മനഹള്ളിയിൽ ഓം സായി കളക്ഷൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഈ ഒരു കട. അപ്പോൾ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.